ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഞാനിത് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മൈദപ്പൊടിയും അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം കട്ടിയല്ല എന്നാൽ അധികം ലൂസ് അല്ലാത്ത രീതിയിൽ കലക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ദോശക്കല്ലിൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയായി വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ ദോശയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൈദപ്പൊടിയും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ഗോതമ്പൊടി അല്ലെങ്കിലും അങ്ങനെയാണ്, പക്ഷേ ചിലവർക്ക് ഗോതമ്പൊടി മാത്രമാകുമ്പോൾ ദോശ കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെ മക്കൾക്ക് എനിക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മൈദപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ അവർ കഴിച്ചോളും. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാനത് കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പാത്തൂസിനും സുഡാപ്പിക്കും ദിലവനും ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ കഴിക്കണുള്ളൂ, ഇപ്പോൾ കഴിക്കണില്ല. അപ്പോൾ ഞാൻ അവർക്ക് ചായ കൊടുത്തതിന് ശേഷം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പൈപ്പിൽ വെള്ളമുള്ള കാരണം ഒരു സമാധാനം ഉണ്ട് കേട്ടോ. പണികളും വേഗം തീരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കോരി കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ആ പണികളും നടക്കില്ല. ഒന്ന് നേരെ വേഗം എണീറ്റാൽ പോലും ഒരു പണിയും തീരില്ല. പിന്നെ അതുപോലെ രാവിലെ നമ്മുടെ വെപ്രാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇന്ന് കറി വയ്ക്കുക, എന്താ ഇന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു വെപ്രാളത്തോട് കൂടിയിട്ടായിരിക്കും കേട്ടോ നമ്മൾ എണീറ്റ് വരിക. ആ സമയത്ത് വെള്ളം കൂടി ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു സമാധാനമായിട്ടുണ്ട്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അരിക്ക് ചോറിന് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ. അരി ഒന്ന് വേഗം കഴുകി ഇനിയിപ്പോൾ ചോറും കൂടി ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ പണികളാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ പേര് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ അതുപോലെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികളുള്ളവരൊക്കെ എന്തായാലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച്. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ കുട്ടികളൊന്നും അധികം പുറത്തേക്കൊന്നും ഇറക്കാണ്ട് ഉള്ളിൽ തന്നെ ഇതാക്കിയിടുക. എന്നാലും അധികം ഉദ്ദേശിച്ചത് മഴയൊക്കെ നല്ല പെയ്യുന്ന സമയത്തൊക്കെ ജലദോഷവും പനിയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ എലിപ്പനി ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ വരുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുപയറിൽ കുറച്ച് ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ പാത്രത്തിന് ചായ വേണമെന്നിട്ട് അതിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില, പിന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളിയും ഒരു 3-4 വറ്റൽമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെറുപയറൊക്കെ അതിലേക്ക് ഒന്ന് ഒഴിച്ച് അതവിടെ നിന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിവിടെ കുറച്ച് ചിക്കന് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ അപ്പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് പപ്പടം വറുത്ത എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴേക്കുള്ളത് മാത്രം ഞാൻ വറുക്കുന്നുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ചൂടോടെ കഴിക്കാനായിരിക്കും വറുത്തതൊക്കെ ടേസ്റ്റ് കേട്ടോ. പിന്നെ എന്നോട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെ വറുത്തതെന്ന് പറയാം, ഞങ്ങൾ പൊരിച്ചതെന്നാട്ടോ പറയാമെന്ന്. ഇവിടെ തൃശ്ശൂർ വറുക്കാന്നാട്ടോ പറയാം, അവിടെയൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ പൊരിച്ചു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചിക്കൻ വറുക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിലിങ്ങനെ കപ്പലണ്ടി വന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിന് കപ്പലണ്ടി എന്നാണ് ഇവിടെ പറയാം, നമ്മളിവിടെ കടല എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ എന്നാലും അവരൊന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടികൾക്ക് അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു, ചൂട് ചായയും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.